ഹലോ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് .NET ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. .NET ഫ്രെയിംവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോസ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനും റൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്കാണിത്. സോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും മൈക്രോസോഫ്റ്റ് ആണ്. ഇനി ഇതിൻ്റെ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൽ മേജറായിട്ട് രണ്ട് കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് കോമൺ ലാംഗ്വേജ് റൺ ടൈം, അതുപോലെ തന്നെ ക്ലാസ് ലൈബ്രറി. കോമൺ ലാംഗ്വേജ് റൺ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ .NET പ്രോഗ്രാംസിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും CLR ആയിരിക്കും. ഈ CLR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമൺ ലാംഗ്വേജ് റൺ ടൈമിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇനി അടുത്തത് ക്ലാസ് ലൈബ്രറി. സോ ക്ലാസ് ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോഗ്രാമിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. ഈ ഫങ്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. സോ അതൊക്കെ ലൈക്ക് ഈ ക്ലാസ് ലൈബ്രറിയിൽ നമുക്ക് ഇതുപോലെ പല ഫങ്ഷൻസും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ തൗസൻഡ്സ് ഓഫ് ക്ലാസ്സസ് ഉണ്ട്. സോ അതിൻ്റെ ഒരു കളക്ഷനാണ് ഈ ക്ലാസ് ലൈബ്രറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ കോമൺ ലാംഗ്വേജ് റൺ ടൈം എന്ന് വെച്ചാൽ CLR ഇത് ഒരു എക്സിക്യൂഷൻ എഞ്ചിനാണ് വിച്ച് ഹാൻഡിൽസ് റണ്ണിങ് ആപ്ലിക്കേഷൻസ്. സോ മെയിനായിട്ട് CLR ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം നമ്മുടെ സോഴ്സ് കോഡിനെ നേറ്റീവ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുക. നേറ്റീവ് കോഡ് എന്ന് പറയുന്നത് മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഇത് കൺവേർട്ട് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ കമ്പൈലർ യൂസ് ചെയ്തിട്ടാണ്. അതാണ് ജിറ്റ് കമ്പൈലർ, ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ. അതുപോലെ തന്നെ ഈ CLR they provides a various of services like thread management, memory management, garbage collection, type safety, exception handling and many more. സോ ഇതെല്ലാതും കൊണ്ട് തന്നെ നമ്മുടെ CLRനെ ദ ഹാർട്ട് ഓഫ് ദ .NET ഫ്രെയിംവർക്ക് എന്നാണ് പറയുന്നത്. ഇനി ഈ CLRൽ അല്ലെങ്കിൽ ഈ .NET ഫ്രെയിംവർക്കിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ് മാനേജ്ഡ് കോഡ് ആൻഡ് അൺമാനേജ്ഡ് കോഡ് എന്ന് പറയുന്നത്. സോ മാനേജ്ഡ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രോഗ്രാം കോഡ് വിച്ച് ഇസ് ഡെവലപ്ഡ് ആൻഡ് കൺട്രോൾഡ് യൂസിങ് .NET ഫ്രെയിംവർക്ക്. ഇതിനെയാണ് മാനേജ്ഡ് കോഡ് എന്ന് പറയുന്നത്. നമ്മൾ .NET ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കോഡിനെയാണ് മാനേജ്ഡ് കോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ C#, VB.NET, F# ഒക്കെ. അതുപോലെ തന്നെ .NET ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കോഡിനെയാണ് അൺമാനേജ്ഡ് കോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ C and C++. ഇനി നമ്മുടെ അടുത്ത മേജർ കോമ്പോണൻ്റ് ആണ് ക്ലാസ് ലൈബ്രറി എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്ലാസ്സസ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാമിംഗ്. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫങ്ഷനെയും സപ്പോർട്ട് ചെയ്യുന്ന ക്ലാസ്സസിൻ്റെ ഒരു കളക്ഷനാണ് ക്ലാസ് ലൈബ്രറിയിലുള്ളത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഒരു ചെറിയ കൺഫ്യൂഷനാണ് BCLും FCLും സെയിം ആണോ അല്ലയോ എന്നുള്ളത്. നമ്മൾ ചില സ്ഥലത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ചില ഡയഗ്രാംസിൽ നോക്കുമ്പോൾ BCL എന്ന് കാണാം, ബേസ് ക്ലാസ് ലൈബ്രറി എന്ന് കാണാം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് FCL എന്ന് കാണാം. സോ BCL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ക്ലാസ് ലൈബ്രറി ആണ് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് FCL. FCL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിംവർക്ക് ക്ലാസ് ലൈബ്രറി. അതിനകത്ത് BCLും കാണും, അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ക്ലാസ് ലൈബ്രറീസും കാണും. ഓക്കെ, സോ അതാണ് ഈ രണ്ടിൻ്റെയും വ്യത്യാസം. ഇനി അടുത്ത രണ്ട് കോൺസെപ്റ്റ്സ് ആണ് CTSും CLSും. CTS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ടൈപ്പ് സിസ്റ്റം, CLS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ. സോ ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ .NET ഫ്രെയിംവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജസ് ഉണ്ട് അല്ലേ. C#, VB.NET, F#, J# ഒക്കെ. സോ ഇവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലാംഗ്വേജസിന് വേണ്ടി അവർ കുറച്ച് റൂൾസ് അങ്ങ് ഡിഫൈൻ ചെയ്യും. ഓക്കെ, സോ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ .NET ലാംഗ്വേജസിൽ ഒരു ക്രോസ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനും ടൈപ്പ് സേഫ്റ്റിയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ റൂൾസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കോമൺ ടൈപ്പ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ .NET ഫ്രെയിംവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ലാംഗ്വേജസ് ഉണ്ട്. ഓരോ ലാംഗ്വേജസിനും അതിൻ്റേതായിട്ടുള്ള സിൻടാക്സ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള യുണിക് ഡേറ്റ ടൈപ്സ് ഉണ്ട്. സോ ഒരു ലാംഗ്വേജിൻ്റെ ഡേറ്റ ടൈപ്പും സിൻടാക്സ് ആയിരിക്കില്ല മറ്റേ ലാംഗ്വേജിനുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ട് ലാംഗ്വേജസിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ദേ ഹാവ് എൻറ്റയർലി ഡിഫറെൻറ്റ് സിൻടാക്സ് ആൻഡ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മലയാളം തെലുങ്കന്മാരോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. അതുപോലെ അവർ പറയുന്ന തെലുഗു നമുക്കും മനസ്സിലാവില്ല അല്ലേ. പക്ഷേ ഒരു സിറ്റുവേഷൻ വരും, നമുക്ക് രണ്ട് പേർക്കും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്കും ആണെങ്കിൽ നമുക്കത് പഠിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് കോമൺ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളൊരു കോഡ് VB.NETൽ എഴുതി വെക്കാം. ഈ കോഡിനെ നമുക്ക് C# പ്രോഗ്രാമിൽ നിന്ന് കോൾ ചെയ്യണം.
സോ ഇവർ തമ്മിൽ ഈ രണ്ട് ലാംഗ്വേജസ് തമ്മിലുള്ള ഒരു സ്മൂത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കോമൺ ടൈപ്പ് സിസ്റ്റം ഷെയർ ചെയ്യുന്നത്. സോ കോമൺ ടൈപ്പ് സിസ്റ്റം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് എൻഷുവേഴ്സ് ദ ഡേറ്റ ടൈപ്സ് ഡിഫൈൻ ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ക്യാൻ ബി കമ്പൈൽഡ് ഇൻ ടു എ കോമൺ ഡേറ്റ ടൈപ്പ്. ഈ രണ്ട് ഡേറ്റ ടൈപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ C#ഉം അതുപോലെ തന്നെ ഈ VB.NETലുള്ള ഡേറ്റ ടൈപ്പിനെയും ഈ രണ്ട് ഡേറ്റ ടൈപ്പിനെയും ഒരു കോമൺ ഡേറ്റ ടൈപ്പായിട്ട് കമ്പൈൽ ചെയ്യും. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് C# നമ്മൾ ഒരു ഇൻറ്റിജർ ഡിക്ലെയർ ചെയ്യുന്നത് INT എന്ന് വെച്ചിട്ടാണ്, ഇൻറ്റ് എന്ന് കൊടുത്തിട്ടാണ് ഡിക്ലെയർ ചെയ്യുക. അതുപോലെ തന്നെ VB.NET വിഷ്വൽ ബേസിക്സിലാണെങ്കിൽ ഇൻറ്റിജറിനും. അപ്പോൾ ഈ രണ്ട് ഡേറ്റ ടൈപ്പിന് നമ്മൾ കോമൺ ആയിട്ട് CLR ഡേറ്റ ടൈപ്പിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. അതാണ് int32 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ CLS. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ .NET ഫ്രെയിംവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ലാംഗ്വേജസ് ഉണ്ട് അല്ലേ. ഈ ലാംഗ്വേജസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ വേണം. ഈ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലാംഗ്വേജസിനും അതിൻ്റേതായിട്ടുള്ള യുണിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ യുണിക് ആയിട്ടുള്ള സിൻടാക്സ് ഉണ്ട്, ഡേറ്റ ടൈപ്സ് ഉണ്ട്. അതുപോലെ അവർക്ക് കോഡ് എഴുതണം, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് നമ്മൾ കോഡ് എഴുതണം എന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഓരോ ലാംഗ്വേജസിനും അതിൻ്റേതായിട്ടുള്ള യുണിക് റൂൾസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ ഓരോ ലാംഗ്വേജസിനും വ്യത്യാസമായിട്ടാണ്, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ .NET ഫ്രെയിംവർക്കിൽ ഈ ലാംഗ്വേജസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ ആവശ്യമാണ്. സോ അതാണ് ഈ കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഫ്ലോ ആണ്. സോ .NET ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് .NET ഫ്രെയിംവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജസ് വെച്ചിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, സോ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന കോഡ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം സോഴ്സ് കോഡിനെ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ മെഷീൻ കോഡ് അല്ലെങ്കിൽ നേറ്റീവ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ .NET ഫ്രെയിംവർക്കിൽ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. അതാണ് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ്, കോമൺ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CIL കോഡ് എന്ന് പറയുന്നത്. ചില ഫിഗറിൽ നമുക്ക് ഈ CIL പകരം MSIL എന്ന് കാണാം, ചില സ്ഥലത്ത് IL എന്ന് കാണാം. സോ MSIL എന്ന് പറയുന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജസ് ആണ്, IL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ്. ഈ മൂന്നും സെയിം ആണ്. സോ ആദ്യം .NET ലാംഗ്വേജിൻ്റെ റിലീസിൻ്റെ ടൈമിൽ ആദ്യം ഇതിനെ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജിനെ കോമൺ ആയിട്ട് മൈക്രോസോഫ്റ്റ് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് കോമൺ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി എല്ലാതും സെയിം ആണ്. സോ നമ്മുടെ സോഴ്സ് കോഡിനെ നമ്മൾ കമ്പൈൽ ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഇൻ്റർമീഡിയറ്റ് കോഡിനെ നമ്മൾ .dll അല്ലെങ്കിൽ .exe എക്സ്റ്റൻഷനുള്ള ഫയൽസ് നമ്മൾ സ്റ്റോർ ചെയ്യും. അതിനെയാണ് അസംബ്ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്യുമ്പോൾ റൺ ടൈമിൽ, സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കമ്പൈൽ ടൈം ആയിരുന്നു, നമ്മൾ കമ്പൈൽ ചെയ്ത് വെച്ചു. ഇനി റൺ ടൈമിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യും, നേറ്റീവ് കോഡാക്കി കൺവേർട്ട് ചെയ്യും. അത് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ CLR ആണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പെഷ്യൽ കമ്പൈലർ വിച്ച് ഇസ് നോൺ ആസ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ JIT. സോ ഈ JIT ആണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് കോഡിനെ നേറ്റീവ് കോഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ .NET കോഡ് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് കോഡിനെ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് ശേഷം ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് ഈ ഇൻ്റർമീഡിയറ്റ് കോഡിനെ നമ്മൾ CLR വെച്ചിട്ട്, CLR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിലുള്ള സ്പെഷ്യൽ കമ്പൈലർ യൂസ് ചെയ്തിട്ട്, ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫ്ലോ. സോ ഇത്രയാണ് നമ്മുടെ .NET ഫ്രെയിംവർക്കിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ആർക്കിടെക്ചറും അതിൻ്റെ വർക്കിംഗ് ഫ്ലോ ഒക്കെ. ഇനി .NET ഫ്രെയിംവർക്ക് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ കൂടെ വരും, ഈ .NETഉം ASP.NETഉം സെയിം ആണോ അല്ലേ എന്നുള്ളത്. ഈ ASP.NET എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ASP സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ് സെർവർ പേജസ്. അതുപോലെ നമ്മൾ .NETൻ്റെ ഫുൾ ഫോം നമ്മൾ നോക്കിയില്ല അല്ലേ. .NET എന്ന് പറയുന്നത് നെറ്റ്വർക്ക് എനേബിൾ ടെക്നോളജി എന്നാണ്. സോ ബേസിക്കലി .NET ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഫ്രെയിംവർക്ക് ആണ് വിച്ച് അലൗസ് യു ടു ഡെവലപ്പ്, റൺ ആൻഡ് എക്സിക്യൂട്ട് ആപ്ലിക്കേഷൻസ്. വൈൽ ASP.NET എന്ന് പറയുന്നതും ഒരു വെബ് ഫ്രെയിംവർക്ക് ആണ്, അല്ലെങ്കിൽ ഒരു ടൂൾ എന്ന് പറയാം. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് .NET which allows you to build dynamic web applications. So .NET എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഫ്രെയിംവർക്ക് ആണ് which allows you to build the applications. ASP.NET എന്ന് പറയുന്ന ഒരു വെബ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ടൂൾ ആണ് which is a part of .NET framework. Okay.